ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BPL റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് സർക്കാർ നമുക്കൊരു BPL റേഷൻ കാർഡ് അനുവദിച്ചു തരുന്നത് അനേകം മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ്. ആ മാനദണ്ഡങ്ങൾക്ക് പുറത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ആ BPL റേഷൻ കാർഡ് തരം മാറ്റേണ്ടതാണ്. അതായത് ഇപ്പോൾ നമുക്ക് BPL റേഷൻ കാർഡ് അനുവദിച്ച് തരുമ്പോൾ നമ്മുടെ വീട് 1000 സ്ക്വയർ ഫീറ്റ് താഴെ ആയിരിക്കും. നമ്മളെ വീട്ടിൽ 4 ചക്ര വാഹനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് BPL റേഷൻ കാർഡ് അനുവദിച്ച് തരുന്നത്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഡിസേബിലിറ്റി ഉള്ള കുട്ടി ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് BPL റേഷൻ കാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരം സാഹചര്യത്തിൽ നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മളിപ്പോൾ വീട് മുകളിലേക്ക് എടുത്തു. അങ്ങനെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂടിക്കഴിഞ്ഞാൽ, അതായത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റേഷൻ കാർഡ് സ്വമേധയാ നമ്മൾ എന്ത് ചെയ്യണം? അത് തരം മാറ്റാനുള്ള അപേക്ഷ കൊടുത്ത് BPL നിന്നും മാറ്റേണ്ടതാണ്. ഇനി നമ്മളൊരു 4 ചക്ര വാഹനം വാങ്ങി, നമ്മുടെ റേഷൻ കാർഡ് നിലവിൽ BPL റേഷൻ കാർഡാണ്. നമ്മളൊരു കാറ് വാങ്ങി. അങ്ങനെ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ സർക്കാർ പറയുന്ന ആ മാനദണ്ഡത്തിൽ നിന്നും പുറത്തു പോയത് കാരണം നമ്മൾ BPL റേഷൻ കാർഡ് തരം മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഇത്തരം ഒരു വീഡിയോ ഇടാനുള്ളൊരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, അനേകം ആളുകൾ ഇപ്പോൾ സെൻറ്ററിൽ വന്നിട്ട് ഫൈൻ അടക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ അവരെ റേഷൻ കാർഡ് BPL ആയിരുന്നു. അങ്ങനെ അവരോട് സപ്ലൈ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളെ റേഷൻ കാർഡിന് ഇത്ര ഫൈൻ ഉണ്ട്, നിങ്ങളിപ്പോൾ നിലവിൽ BPL റേഷൻ കാർഡിന് അർഹരല്ല എന്ന് പറഞ്ഞ് ഫൈൻ അടപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ഫൈനൊന്നുമല്ല അടക്കുന്നത്, 1000 2000 ഒന്നല്ല, 10000 20000 25000 രൂപയൊക്കെയാണ് ഓരോരുത്തർ വന്ന് ഫൈൻ അടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ്, മനസ്സിലാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നിലവിൽ ഇപ്പോൾ BPL റേഷൻ കാർഡിന് അർഹനാണോ എന്ന് നമ്മളൊന്ന് പുനഃപരിശോധന നടത്തുക. അങ്ങനെ അർഹനല്ല, ആ മാനദണ്ഡത്തിൽ പുറത്താണ് നമ്മളെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും വേഗം, ഞാൻ ആരെങ്കിലും നമ്മോട് പറയട്ടെ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ സപ്ലൈ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരട്ടെ, കോൾ വരട്ടെ, അപ്പം ചെയ്യാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ടത്, സ്വമേധയാ സപ്ലൈ ഓഫീസിൽ പോയി എൻ്റെ കാർഡ് BPL ആയിരുന്നു, അന്ന് ഞാൻ എന്നെ അർഹനായിരുന്നു, എന്നാൽ ഇപ്പം ഞാൻ എന്നെ അർഹനല്ല, അതുകൊണ്ട് എൻ്റെ റേഷൻ കാർഡ് സാറേ എത്രയും പെട്ടെന്ന് തരം മാറ്റി തരണം എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുത്ത് സ്വമേധയാ തരം മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ സർക്കാരിൽ നിന്നും ഉള്ള ഫൈനുകളിൽ നിന്ന് നമ്മൾ മുക്തി നേടുക. അതല്ലെങ്കിൽ അവർ പറയുന്ന ഫൈന് നമ്മൾ അടയ്ക്കേണ്ടി വരും. അതായത് നമ്മൾ ഇതുവരെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്കറിയാം, BPL റേഷൻ കാർഡുകാർക്ക് അനേക ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമുക്കറിയാം, പുതിയൊരു പദ്ധതിയാണിപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി. ഇനിയിപ്പോൾ ജനുവരി 1 തീയതി 2026 മുതൽ BPL റേഷൻ കാർഡ് ആളുകൾക്ക് വെള്ള ബില്ല് ഫ്രീ, വാട്ടർ ബില്ല് ഫ്രീ ആയിട്ട് അപേക്ഷ കൊടുക്കാനുള്ളത് ഓപ്പൺ ആകാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ അനേകം ഓഫറുകളും കാര്യങ്ങളും നമുക്കുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൈപ്പറ്റി കഴിഞ്ഞാൽ, നമ്മൾ അനർഹനാണെങ്കിൽ അപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും, വൻ ഫൈൻ അടക്കേണ്ടി വരും, പിഴ അടക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. നൗ സലാം ടെക് വത്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.